ജനറൽ ഡിബേറ്റ് തുടരുന്നു. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ കെന്നഡി, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ കുടുംബങ്ങളിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ആണ് സഭ രൂപത ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാനും അതിന് മറുപടി പറഞ്ഞു. നേരത്തെ ശ്രീജിത്ത് പണിക്കരും പറഞ്ഞു. ആ കുടുംബങ്ങളെ നേരിൽ കണ്ട് സഭയ്ക്ക് രൂപതയ്ക്ക് സഹായം നൽകാം. അതിന് പകരം 4 or 5 കുട്ടികൾ ആകാം, അവർക്ക് 4ാമത്തെ പ്രസവം മുതൽ സാമ്പത്തിക സഹായം എന്ന രീതിയിലുള്ള ഈ വിചിത്രമായ നിർദ്ദേശങ്ങൾ അടങ്ങിയ സർക്കുലർ ഒരു തീരുമാനം പോലെ ജനങ്ങളിലേക്ക് പ്രചരിപ്പിച്ചത് എന്തിനാണ്? രാജ്യ താൽപ്പര്യത്തിന് അത് വിരുദ്ധമാണ്, രാജ്യദ്രോഹമാണ് ഒ അബ്ദുള്ള അടക്കം പറയുന്നു. അപ്പോൾ അതിന് താങ്കൾ മറുപടി നൽകണം. ലളിതമായി ചോദിച്ചാൽ കേരളത്തിൽ ക്രൈസ്തവരുടെ എണ്ണം കൂട്ടാനുള്ള പരിപാടിയാണോ ഉദ്ദേശം എന്നാണ്. അതിന് മറുപടി വേണം. രണ്ടാമത്തേത്, ഇപ്പോൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ വളരെ ആരോഗ്യപരമായ ഒരു ചർച്ചയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. പക്ഷേ ശ്രീ ഒ അബ്ദുള്ള, അദ്ദേഹം കേരളത്തിലെ ഏറ്റവും മുതിർന്ന മാധ്യമ പ്രവർത്തകരിൽ ഒരാളാണ്. ശ്രീ ശ്രീജിത്ത് പണിക്കർ, പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമേ ഇല്ല. അപ്പോൾ അവർ രണ്ടുപേരെയും താങ്കൾ ആമുഖമായി തന്നെ പറഞ്ഞു ഭീകരന്മാർ എന്ന്. അത് താങ്കൾ ഒരു തമാശയായിട്ടാണ് പറഞ്ഞതെങ്കിൽ ചിരിച്ചു തള്ളാം. അതല്ല ഗൗരവമായിട്ടാണ് എങ്കിൽ എന്തിനാണ് അങ്ങനെ ഒരു സംബോധന എന്നുകൂടി പ്രസ്താവിച്ചാൽ കൊള്ളാം. കഷ്ടം. അങ്ങനെ ഒരു ഫീല് തോന്നിയെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു ദുരഭിമാനവും അതിനകത്ത് എനിക്കില്ല. ഞാൻ പരസ്യമായി അതിന് മാപ്പ് ചോദിക്കും. അങ്ങനെ ഒരിക്കലും അല്ല. ഞാനൊരു സർക്കാസ് എന്താ പറയുക, ഒരു ബഹുമാനം നിലനിർത്തിക്കൊണ്ട് ഒരു തമാശയോടെ തുടങ്ങി എന്ന് മാത്രം ഉദ്ദേശിച്ചാൽ മതി. ഇത്രയും പോലും തമാശ ആസ്വദിക്കാനുള്ള ഒരു ഇല്ലാത്തവരായിപ്പോയ കഷ്ടം. അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. അങ്ങനെ ഞാൻ വിളിക്കാൻ പാടുണ്ടോ? ഒരിക്കലും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. ക്ഷമിക്കുക. ഞാൻ നല്ല ഒരു തുടക്കത്തിന് വേണ്ടി അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഞാൻ ഇപ്പോൾ ഈ നമ്മൾ ചോദിച്ചതിന് ഞാനിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊരു 2 വിഷയങ്ങൾ കിടന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ആ 2 തമാശകളാണ്. ആ 2 ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഈ വിഷയത്തിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാവും. അതായത് ഒന്ന്, ഈ പോക്കാണെങ്കിൽ ക്രൈസ്തവ സഭയ്ക്ക് വിശുദ്ധ കുർബാന ചൊല്ലാനായിട്ട് പള്ളിയിൽ കുർബാന ചൊല്ലാനായിട്ട് ബംഗാളിയെ നിർത്തേണ്ടി വരും. അമ്മാതിരി ഒരു തമാശ ഇപ്പോൾ കറങ്ങി നടക്കുന്നുണ്ട്. അത് വ്യക്തമായി മനസ്സിലാക്കുക, അതിൻ്റെ അർത്ഥവും അതിൻ്റെ അർത്ഥവ്യാപ്തിയും എങ്ങനെയാണ്. മറ്റൊന്ന്, ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ നേരത്തെ ഇപ്പം 4 പെൺകുട്ടികളുണ്ടെങ്കിൽ 4 പേരെ വിളിച്ചുകൊണ്ടെങ്കിൽ സൂസി, അന്ന, തെരേസ, മാർഗരറ്റ് എന്ന് വിളിക്കും. ഇപ്പോഴും വിളിക്ക് മാറ്റമില്ല, അന്ന, സൂസി, മാർഗരറ്റ്, തെരേസ. പക്ഷെ 4 പേരെ അല്ല, ഇപ്പോൾ അത് ഒരാളുടെ പേരായി മാറി. ഒരാളെ 4 പേര് ചേർത്തങ്ങ് വിളിക്കുകയാണ്. പഴയ പോലെ കുട്ടികൾ 4 ഇല്ല, 1 ആയി. ഇപ്പോൾ ശ്രീ ഒ അബ്ദുള്ള ജി പറഞ്ഞതിനകത്ത് ഒരു വല്ലാത്ത വിരോധാഭാസമുണ്ട്. അതായത് ഏതാണ്ട് 4500 വർഷം 5000 വർഷത്തെ ഒരു പാരമ്പര്യം ഗൂഗിൾ സെർച്ചിലൂടെ തന്നെ നമുക്ക് ഹിന്ദു മതത്തിന് കണ്ടെത്താൻ കഴിയും. നമ്മൾ എന്ത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഭാരതം ഒരു ഹിന്ദു പാരമ്പര്യമുള്ള രാജ്യം തന്നെയാണ്. അതിലേക്ക് വിദേശത്ത് നിന്ന് എന്താ പറയുന്നത്, ഇൻട്രൂഡേഴ്സ് തന്നെയാണ് ക്രിസ്തു മതവും മുസ്ലിം മതവും. അത് ആരെന്ത് പറഞ്ഞാലും ആ ഹിന്ദു രാജ്യത്തിൽ 2018 കേരള ഗവൺമെൻറ്റിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണക്കനുസരിച്ചിട്ട് ആ ഹിന്ദു രാജ്യത്തിലെ കുട്ടികളുടെ ജനന നിരക്കാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. ഹിന്ദുവിന് 41%, മുസ്ലിമിന് 43%. ആ സമുദായത്തിൻ്റെ ഒരു ഭാഗമായ ഒ അബ്ദുള്ളജി എന്നെ നോക്കി പറയുകയാണ് രാജ്യദ്രോഹി എന്ന്. ആളുകൾ ചിരിക്കില്ലേ അബ്ദുള്ളജി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ? 14% കിടക്കുന്ന ഞങ്ങളെ 25% നിന്ന് 14-ലെത്തിയ ഞങ്ങളെ നോക്കി രാജ്യദ്രോഹി എന്ന് വിളിച്ചാൽ ആളുകൾ എന്ത് കരുതും? എൻ്റെ അബ്ദുള്ളജി ഒരു സീനിയർ മാധ്യമ പ്രവർത്തകനല്ലേ? അങ്ങനെയുള്ള ബഹുമാനം എല്ലാം നിലനിർത്തിക്കൊണ്ട് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? ആടിനെ പട്ടിയാക്കാൻ പാടുണ്ടോ? എന്തൊരു കഷ്ടമാണ് ഇങ്ങനെയൊക്കെ കെന്നഡി. അപ്പോൾ ക്രൈസ്തവർക്കിടയിൽ ജനസംഖ്യ വർദ്ധിപ്പിക്കണം എന്ന് തന്നെയാണോ രൂപതയുടെയും താങ്കളുടെയും ഒക്കെ നിലപാട്? ഞാൻ മുമ്പേ പറഞ്ഞു, വിശുദ്ധ കുർബാന ചൊല്ലാൻ പോലും ബംഗാളി ഇറക്കേണ്ട ഗതിയാണെങ്കിൽ ഞങ്ങൾ അല്പം അതിനകത്ത് ശ്രദ്ധിക്കണ്ടേ?
കഴിഞ്ഞ ദിവസം മറ്റൊരു മാധ്യമത്തിൽ എൻ്റെ ഇപ്പോൾ അതിൻ്റെ ഡോക്യുമെന്റ് ഇല്ല എങ്കിലും PC ജോർജ് പറഞ്ഞത് ഞാൻ കോട്ട് ചെയ്യുകയാണ്. ഞങ്ങളുടെ ജനന നിരക്ക് 14%, ഞങ്ങളുടെ മരണനിരക്ക് 20%. മരണനിരക്ക് 20%, ജനന നിരക്ക് 14%. എന്തായിരിക്കും സുബീഷ് ഏതാനും വർഷങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കെന്നഡി ഇവിടെ ഉദ്ധരിച്ച ഈ കണക്ക് വെച്ചുകൊണ്ട് വേണ്ടേ ഇപ്രകാരം ഒരു സർക്കുലർ പുറപ്പെടുവിക്കാൻ? നമുക്കിടയിൽ ഇതാ ജനസംഖ്യ കുറയുന്നു താരതമ്യേന. അപ്പോൾ നമ്മൾ അക്കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇപ്പോൾ കെന്നഡി പറഞ്ഞത് ശ്രദ്ധിക്കണ്ടേ എന്നാണ്. അപ്പോൾ അക്കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മളൊന്ന് ആഞ്ഞു പിടിച്ചേ പറ്റൂ. അങ്ങനെയല്ലേ സർക്കുലർ വേണ്ടത്? അതല്ലാതെ ഈ ദാരിദ്ര്യം വിളമ്പേണ്ട കാര്യമില്ലല്ലോ. ദാരിദ്ര്യത്തിൻ്റെ മറവിൽ നമ്മൾ ആളെ കൂട്ടണം എന്ന് പ്രചരിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. കാര്യങ്ങൾ സത്യസന്ധമായി തുറന്നു പറയാമല്ലോ. അല്ല സുബീഷ്, ഞാൻ പരസ്യമായിട്ട് പറയുന്നു, ഇപ്പോൾ കുറച്ച് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങളെ സഹായിക്കുന്ന രീതിയിൽ ഇതിന് തുടക്കം മാത്രമായിട്ട് കൂട്ടിയാൽ മതി. നോക്കൂ, അല്ല കെന്നഡി, സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് കൈത്താങ് നൽകൽ ആണ് ഉദ്ദേശമെങ്കിൽ ആ കുടുംബങ്ങളോട് പറയൂ, നമുക്ക് 1-2 കുട്ടികൾ മതി. ഉള്ളവരെ പോലും തീറ്റിപ്പോറ്റാൻ പറ്റാത്തൊരു സാഹചര്യമാണ് കേരളത്തിൽ ഇപ്പോൾ. അത് കെന്നഡിക്ക് ഞങ്ങൾ പറയാതെ തന്നെ മനസ്സിലാകുമല്ലോ. എന്തിനാണ് ഈ 4ലേക്കും 5ലേക്കും 6ലേക്കും ഒക്കെ കുതിക്കുന്നത്? അതല്ലേ പറയേണ്ടത്. അപ്പോൾ നിങ്ങൾ ദാരിദ്ര്യത്തെ വിടൂ, അതല്ല നിങ്ങളുടെ പ്രശ്നം. ക്രൈസ്തവരുടെ എണ്ണം കൂട്ടുക എന്ന് തന്നെയാണ് ലക്ഷ്യം. അതങ്ങ് തുറന്ന് പറഞ്ഞോളൂ. എന്തുകൊണ്ട് സർക്കുലറിൽ അത് ഒളിച്ചു വെച്ചു എന്നാണ് എൻ്റെ ചോദ്യം. സുബീഷ്, ലോകത്ത് തന്നെ ഉള്ള ആകെ ജനസംഖ്യയിൽ ഏകദേശം 18% പേര് അധിവസിക്കുന്ന ഇന്ത്യയിൽ ഇപ്പോൾ ജനന നിരക്ക് ശരിയായ രീതിയിൽ മുന്നോട്ട് പോവുകയാണെന്ന് ശ്രീ പണിക്കർ പറയുന്നുണ്ടായിരുന്നു. 2.1, 2.2 അത് ശരിയായ ജനന നിരക്കാണെന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കണക്ക് പ്രകാരം 14% ജനന നിരക്കും 20% മരണനിരക്കുമാണെങ്കിൽ ക്രൈസ്തവൻ ചത്തൊടുക്കി പോകുന്നതിൽ അതിനകത്ത് ഒരു വിഷമവും തോന്നുന്നില്ല. വീണ്ടും അതിന് ഈ ഭൂമിയിൽ ഒരു പുൽനാമ്പ് പോലും ബാക്കി ഉണ്ടാവരുത് എന്ന് എന്തിനാ ശഠിക്കുന്നത് സുബീഷ്? തെറ്റായ ചിന്താഗതിയല്ലേ? അക്കാര്യം ഇപ്പോൾ കെന്നഡി വളരെ വൈകാരികമായിട്ട് ഇവിടെ അത് പറയുന്നു, തുറന്നു പറയുന്നു. ആ സത്യസന്ധതയെ ഞാൻ ആദരിക്കുന്നു, മാനിക്കുന്നു. എന്തുകൊണ്ട് അത് സർക്കുലറിൽ പറഞ്ഞില്ല? നോക്കൂ, എത്രയോ വർഷങ്ങളായി ന്യൂനപക്ഷ സ്കോളർഷിപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ ക്രൈസ്തവ വിഭാഗത്തിൽ കിട്ടാതെ ഇരിക്കുകയായിരുന്നു. ഈ അടുത്ത കാലത്തല്ലേ ഞങ്ങളത് ഉന്നയിക്കാൻ തുടങ്ങി. ഞങ്ങളിപ്പോൾ പ്രശ്നം ഗവൺമെന്റിലേക്ക് അവതരിപ്പിച്ചു. ഞങ്ങളുടെ കാര്യത്തിലേക്ക് നീക്കുപോക്കുണ്ടായി വരുന്നു. ഓരോന്നായി മുന്നോട്ട് വരും. ഞങ്ങൾ വളരെയധികം തീർച്ചയായും വരും. അധ്യാത്മിക നേതൃത്വം അത്തരം കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ പതിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ 16-ാം തീയതി വരുന്ന ഓഗസ്റ്റ് 16-ന് സീറോ മലബാർ സഭയുടെ മേജർ സിനഡ് നടക്കാൻ പോവുകയാണ്. ആ സിനഡിനോട് ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ ഞാൻ ആവശ്യപ്പെടുന്നു, പാലാ രൂപതയും പത്തനംതിട്ടയും ഇടുക്കി രൂപതയുടെയും മാതൃക പിന്തുടർന്നുകൊണ്ട് തന്നെ സഭയ്ക്കാകമാനം ഇത് ഒരു മാതൃകയാക്കിക്കൊണ്ട് ഇത് നമ്മുടെ നമ്മുടെ സമൂഹത്തിലെ അംഗങ്ങളുടെ എണ്ണം കുറയുന്നത് ഗൗരവമായി തന്നെ എടുത്തുകൊണ്ട് സിനഡിൽ ചർച്ച നടത്തണം. അതിന് പരിഹാരം ഉണ്ടാക്കിയിരിക്കണം. ഇല്ലെങ്കിൽ നാളെ എന്റെ ജനസംഖ്യാ നിയന്ത്രണം അതാണ് ഇപ്പോൾ ഒരു ക്യാമ്പയിനായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ ഹിന്ദുവെന്നോ ഒരു വിവേചനമില്ല. ഇതാ ക്രിസ്ത്യൻ മതത്തിൽ എണ്ണം കുറയുന്നു, കൂട്ടുക. മുസ്ലിം മതത്തിൽ എണ്ണം കുറയുന്നു, കൂട്ടുക. ഹിന്ദുക്കളിൽ എണ്ണം കുറയുന്നു, കൂട്ടുക. അങ്ങനെ ഓരോ മതവും വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഉൽപാദന പ്രക്രിയയിൽ, സന്താനോൽപാദനത്തിൽ അതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലല്ലോ ശ്രീ കെന്നഡി. തുറന്നു ചോദിച്ചാൽ എന്തിനാണ് ഈ മത്സരം? സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ടെന്ന് വെക്കണം. 1-2 മതി. 5-6 പെറ്റുപെരുകി തീറ്റിപ്പോറ്റാൻ പറ്റണ്ടേ കേരളത്തിൽ? സുബീഷ്, ഞാൻ ചോദിച്ചതിനെ കണക്ക് കൃത്യമായി മനസ്സിലാക്കുന്നില്ല, അഥവാ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. എങ്ങനെ എന്ത് മനസ്സിലാക്കിക്കൊണ്ട് പറയുന്നു ശ്രീ സുബീഷ്? 14% ജനന നിരക്കും 20% മരണനിരക്കുമുള്ള ഞങ്ങളെ എന്തർത്ഥത്തിലാണ് ദേശദ്രോഹികളെന്നും ഇത്തരത്തിലുള്ള നടപടികളും ആരോപിക്കാൻ കഴിയുക? അത് ഒരിക്കലും കണക്കുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നതല്ല. പിന്നെ ഇതിനകത്ത് ഞങ്ങളുടെ ശതമാനം കുറയുന്നത് മരണനിരക്ക് മാത്രമല്ല, അബ്ദുല്ലാജി പറഞ്ഞതും ശ്രീജിത്ത് പണിക്കറും ഒക്കെ പറഞ്ഞതും കുറേയൊക്കെ സത്യമാണ്. കാരണം മുസ്ലിം സമുദായത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അവർ മിക്കവാറും നമ്മുടെ നാട്ടിൽ തൊഴിലില്ലാത്തതുകൊണ്ട് നമ്മുടെ പുതിയ തലമുറയെല്ലാം
വിദേശത്തെ ജോലിയെ ആശ്രയിക്കേണ്ടി വരുന്നുണ്ട്. പക്ഷേ മുസ്ലിം സമുദായം മിക്കവാറും ഒക്കെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് അവരുടെ തൊഴിൽ പ്രവാസ ജീവിതം നയിക്കുന്നത്. അവിടെയെങ്ങും അങ്ങനെ ഒരു പൗരത്വം കൊടുക്കുന്ന ഒരു ഏർപ്പാടില്ല. അതുകൊണ്ട് അവർക്ക് അത്തരം ഒരു പ്രശ്നം കുടുംബത്തിൽ നേരിടുന്നില്ല. ഇവർ പറഞ്ഞത് സത്യമാണ്. ഞങ്ങളുടെ വിഭാഗങ്ങൾ കൂടുതലും അമേരിക്കയും ബ്രിട്ടീഷ് UK-യും ന്യൂസിലൻഡ് ഓസ്ട്രേലിയയും പോലുള്ള രാജ്യങ്ങളിൽ പോകുമ്പോൾ പൗരത്വം വരുന്നു. ആകെ ഒന്നേ ഉള്ളൂ, അതവിടെ പോകുന്നു, അവിടുത്തെ പൗരത്വം മേടിക്കുന്നു. സുബീഷ കഷ്ടമാണ് കുടുംബത്തെ സ്ഥിതി. വീടുകൾ അനാഥാലയം പോലെ, വയോജന ഗൃഹം പോലെ, വൃദ്ധമന്ദിരം പോലെ, മക്കളില്ലാതെ വെറും പ്രായമായ 1-2 പേര് ജീവിച്ചിരിക്കുക, മാതാപിതാക്കൾ മാത്രം. മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയോ ദിവസം മോർച്ചറി വെച്ചാൽ മാത്രമേ അവർക്ക് കുഴിയിലടങ്ങാൻ കഴിയൂ. കഷ്ടമാണ് ഞങ്ങളുടെ സ്ഥിതി. ഇങ്ങനെ ദേശദ്രോഹമൊന്നും ഞങ്ങളുടെ മുകളിൽ ആരോപിക്കരുത്. അതിന്റെ യഥാർത്ഥ കണക്ക് മനസ്സിലാക്കി ഞങ്ങളെ ശ്രീ ഭാർഗവറാം, ഈ കണക്കുകൾ കേട്ടല്ലോ. കഷ്ടമാണ് അവരുടെ കാര്യം. കുട്ടികൾ ഉണ്ടായേ പറ്റൂ എന്നാണ് വൈകാരികമായി കെന്നഡി പറയുന്നത്. എന്തു തോന്നുന്നു? അദ്ദേഹം പറഞ്ഞതിൽ ഇപ്പോൾ 2018 ഒരു കണക്ക് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം 43% മുസ്ലിങ്ങളുടെ, 41% ഹിന്ദുക്കളുടെയും 14% ക്രിസ്ത്യാനികളുടെയൊക്കെ പറഞ്ഞത്. ഇത് 2018 കാര്യമാണ്. ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ 1947 ശതമാന കണക്കൊന്ന് പിടിക്കണമെന്ന് പറയുകയാണ്. അതിനെക്കുറിച്ച് ശ്രീ കെന്നഡികളുടെ അഭിപ്രായം എന്താണ്? എങ്ങനെയാണ് ക്രൈസ്തവ സമൂഹം ഇവിടെ വളർന്ന് ഇത്രയും ശതമാനത്തിലേക്ക് എത്തിയത്? ഈ ശതമാന കണക്ക് മതപരിവർത്തനത്തിലൂടെയും ഇത്തരത്തിലുള്ള ഊർജിതമായിട്ടുള്ള പ്രത്യുൽപാദന പദ്ധതികളിലൂടെയും ഒക്കെ തന്നെയല്ലേ എത്തിയിട്ടത്. അപ്പോൾ ഹിന്ദു സമൂഹത്തിന് ഒരുപാട് ജനസംഖ്യാപരമായിട്ട് പിന്നാക്കം പോക്കുണ്ടായിട്ടുണ്ട്. 1947 ജനസംഖ്യ നിരക്ക്, ആകെ ജനസംഖ്യയുടെ ശതമാന കണക്ക് നോക്കുകയാണെങ്കിൽ അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. 1947 സ്വാതന്ത്ര്യം ലഭിച്ച കാലഘട്ടത്തിലെ ജനസംഖ്യാ നിരക്ക് നോക്കുക. അതിനുശേഷം ഉണ്ടായിട്ടുള്ള ജനസംഖ്യാ വർധന ഇസ്ലാമിക ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് കേരളത്തിൽ അത്രയും ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു മാനദണ്ഡം എടുക്കുകയാണെങ്കിൽ അത് 2018 തന്നെ എടുക്കണം എന്ന് എന്താ ഇത്ര നിർബന്ധം? പക്ഷേ നമ്മൾ ഇതൊന്നുമല്ല ചിന്തിക്കേണ്ടത്. നമ്മുടെ പൊതുവിഭവശേഷിയുമായിട്ട് പൊരുത്തപ്പെടുന്ന രീതിയിൽ നമ്മുടെ സംവിധാനങ്ങൾ, അത് വിവിധ മതസംവിധാനങ്ങളായിക്കോട്ടെ, രാഷ്ട്രീയ സംവിധാനങ്ങളായിക്കോട്ടെ, വ്യത്യസ്തമായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട് എന്ന് അവകാശപ്പെടുന്ന സംവിധാനങ്ങൾ രാഷ്ട്രത്തിൻ്റെ പൊതുവിഭവശേഷിയുമായിട്ട് പൊരുത്തപ്പെടുന്ന രീതിയിലുള്ള നയങ്ങളായിരിക്കണം രൂപീകരിക്കേണ്ടത്. ഇത് നാഷണൽ NPPക്ക് വിരുദ്ധമായിട്ടുള്ള, NPPയുടെ സ്പിരിറ്റിന് വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടാണ് ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ഇതിൽ ദേശദ്രോഹമൊക്കെ ആരോപിക്കപ്പെടുന്നത്. അതിൻ്റെ ഉദ്ദേശത്തിൽ വേണം ശ്രീ കെന്നഡി പരിഗണിച്ചെടുക്കാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ രാജ്യത്തെക്കുറിച്ചല്ല ഇവർ ചിന്തിക്കുന്നത്. രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നു എന്ന് ഒരു പുകമറ സൃഷ്ടിക്കുമ്പോഴും സ്വന്തം മതത്തെക്കുറിച്ചും മതത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ചും നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെക്കുറിച്ചുമാണ് ഇവിടെ ചിന്ത മുന്നിൽ വന്നിരിക്കുന്നത്. അത് ശ്രീ ഒ അബ്ദുള്ളയും ശ്രീജിത്ത് പണിക്കരും ഒക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ. ശ്രീ ഒ അബ്ദുള്ള എത്ര വളരെ സമർത്ഥമായിട്ടാണ് ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഇത്തരത്തിലുള്ള അജണ്ടകളെ വെള്ളപൂശിയിരിക്കുന്നത് എന്നുള്ളതാണ് ആ കാര്യം. അത് പറയാതെ പോയാൽ ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഏതെങ്കിലും ഒരു ഇസ്ലാമിക സംഘടന പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കുമോ എന്നുള്ള ധ്വനി വരെ അദ്ദേഹം ഉയർത്തി. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും രാജ്യസ്നേഹികളായിരിക്കുന്ന ഇസ്ലാമിക സംഘടനകളുടെ നേതൃത്വം പറയട്ടെ, നാളെ മുതൽ ജനസംഖ്യാ വിസ്ഫോടനം ഏറ്റവും കൂടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സമൂഹത്തിനിടയിലാണ്. അതൊന്ന് നിയന്ത്രിക്കണം. രാജ്യത്തിൻ്റെ താല്പര്യത്തിന് അനുഗുണമായിട്ട് നമ്മുടെ നിലപാടുകൾ ഒന്ന് പരിവർത്തിപ്പിക്കണം. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ സമൂഹത്തിലും കുടുംബത്തിലും ഇതൊക്കെ വന്നുകൂടിയിട്ടുണ്ട്. അതൊന്ന് പരിഹരിക്കണം എന്ന് പറയാൻ വേണ്ടി ആരെങ്കിലും തയ്യാറുണ്ടോ? തയ്യാറില്ലല്ലോ, ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ എന്ന് ചോദിക്കട്ടെ. ഒറ്റ മിനിറ്റ് ശ്രീ ഭാർഗവറാം. ശ്രീ ഒ അബ്ദുള്ള അങ്ങനെ പറയാൻ തയ്യാറുണ്ടോ എന്നാണ് ബ്രഹ്മചാരി ഭാർഗവറാം ചോദിക്കുന്നത്. എന്തിനാ ഞാൻ മറുപടി പറയേണ്ടത്? ഞാൻ മറുപടി പറയാം. പക്ഷെ കണക്കുകളിലൂടെ വേണം നമുക്ക് കാര്യങ്ങൾ കാണാൻ. നിങ്ങൾ ഇവിടുന്ന് പറയാണ് 14% ഞങ്ങളുടെ ഈ ജനനിരക്ക്, 20% PC ജോർജ് ഞങ്ങൾ പറയാന്നല്ല. അതിനെന്ത് വസ്തുതാപരം പറ്റി? ഇവിടെ ക്രിസ്ത്യാനികൾ മുഴുവൻ മരിച്ചു പോവുക. ഞങ്ങളൊക്കെ ഇവിടെ ക്രിസ്ത്യാനികളുടെ ഒരുപാട് ക്രിസ്ത്യാനികളുടെ തൊട്ടടുത്ത പ്രദേശത്ത് മഹാഭൂരിഭാഗം അവിടെ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ മാത്രം. അവർ കൂടുതൽ ആയുസ്സുള്ളവരും ആരോഗ്യമുള്ളവരും ഒരുപാട് കാര്യങ്ങളിൽ മറ്റുള്ളവരെക്കാൾ വളരെ മുൻപന്തിയിലുള്ളവരും അതോടൊപ്പം നമ്മുടെ ഈ സംസ്ഥാനത്തിനും രാജ്യത്തിനും വളരെ വേണ്ടപ്പെട്ടവരുമാണ്.
അതും കൂടി കൂട്ടത്തിൽ പറയേണ്ടതുണ്ട്. ഈ രാജ്യത്തിന് വിദ്യാഭ്യാസ രംഗത്തും ആതുര ശുശ്രൂഷ രംഗത്തും മറ്റെല്ലാ നിലക്കും നേതൃത്വപരമായ കൃഷിയിലും ഞങ്ങൾക്ക് നല്ലൊരു കപ്പക്കിഴങ്ങ് കിട്ടുന്നത് പോലും അവർ വന്ന് കുടിയേറി പാർത്തതിന് ശേഷം. പക്ഷെ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് കണ്ടുപിടിക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല. ഈ പറയുന്നത് ആ PC ജോർജ് കണക്കിന് ഒരു അടിസ്ഥാനമില്ല. 2011 ജനസംഖ്യാ വർധനവിൽ മുസ്ലിം ജനസംഖ്യയെ സംബന്ധിച്ച് ഡിക്ലൈനിങ് ടെൻഡൻസി എന്ന വാക്ക എഴുതിയിരിക്കുന്നത്. അവർ നേരത്തെ ഉണ്ടായിരുന്ന ഗ്രോത്ത് ഇപ്പോൾ അവർക്കില്ല. പിന്നെ ഞാൻ പറഞ്ഞു, നേരത്തെ 12 കോടി ഉണ്ടായിരുന്നത് വിഭജന സമയത്ത് ഉണ്ടായിരുന്നത് ഇപ്പോൾ 25 കോടിയോളം ആകുന്നേ ഉള്ളൂ. ബാക്കി നിങ്ങൾ കഴിച്ചു നോക്ക്. വെറുതെ ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് പറയാം നമ്മൾക്ക് ജനസംഖ്യ കുറക്കണം എന്നുള്ളത്. അല്ല, ജനസംഖ്യ കുറയ്ക്കണം എന്നത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ്. നമ്മൾ അക്കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്ന് ഇസ്ലാമിക സംഘടനകൾ തുറന്നു പറയുമോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. തീർച്ചയായിട്ടും ജനസംഖ്യ ആവശ്യത്തിലധികം ഇസ്ലാമിക സമൂഹത്തിൽ എന്താ വെച്ചാൽ നേരത്തെ പാലാ ഇവർ പറഞ്ഞ മാതിരിയല്ല. കല്യാണം കഴിക്കാൻ പൈസ പിന്നെ ഇത് കുട്ടികളെ പോറ്റാൻ കഴിവില്ല, പെണ്ണ് കെട്ടണ്ടെന്ന് ഇസ്ലാം. ഞാൻ ഖുർആനിലെ വചനം ഉദ്ധരിച്ചു തരാം. ഒരു എസ്തഫില്ലതിനെല്ലാം ഇതിനെ നിക്കാഹ്, വിവാഹം കഴിക്കാൻ സാമ്പത്തികമായി ചുറ്റുപാടില്ലെങ്കിൽ വലിയ അയാൾ ഒരു പാതിവൃത്യം സ്വീകരിക്കട്ടെ. അതിനൊരു മറുവശം കൂടിയില്ലേ ശ്രീ അബ്ദുള്ള? നോമ്പെടുക്കുകയോ മറ്റെല്ലാം നിനക്ക് നിയന്ത്രിക്കുകയോ ചെയ്യട്ടെ. എത്ര യൂരിയമി ഫലി എന്താ ശ്രീ അബ്ദുള്ള അങ്ങ് സൂചിപ്പിച്ച ഖുറാനിക വചനത്തിന് ഒരു മറുവശം കൂടിയില്ലേ? സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ ആകാമെന്നുമില്ലേ? അങ്ങനെ കൂടി ഉണ്ടല്ലോ. അല്ല അല്ല അത് മറച്ചു വെച്ചുകൊണ്ട് കഴിക്കണ്ട എന്നുള്ളത് മാത്രം നമുക്ക് തുറന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇല്ല ഉണ്ടല്ലോ. താങ്കൾ ചോദിക്കാമെങ്കിൽ ഞാൻ പറയാം. താങ്കൾ നിങ്ങൾക്ക് സ്ത്രീകൾക്കിടയിൽ നീതി പാലിക്കാൻ കഴിയില്ല. ഞാൻ പറയട്ടെ, താങ്കൾ ചോദ്യത്തിന് മറുപടി പറയട്ടെ. നിങ്ങൾക്ക് ഒന്നിലധികം ഭാര്യമാർ, അത് അനാഥക കുട്ടികളെ കാര്യം പറയുന്നിടത്ത് അനാഥ കുട്ടികൾ, അന്ന് യുദ്ധമൊക്കെ നടക്കുമ്പോൾ ധാരാളം അനാഥ കുട്ടികൾ ഉണ്ടാകുന്ന സമയം. അതിൻ്റെ കാര്യത്തിൽ നിങ്ങൾ നീതിപൂർവ്വം പെരുമാറണം. അഥവാ നിങ്ങൾക്ക് നീതിപൂർവ്വം പെരുമാറാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഫൻകു മാതാബിലും നിങ്ങൾ അവരെ വിവാഹം കഴിക്കൂ. അല്ലാതെ നിങ്ങൾ അവരുടെ ഇതിനകത്ത് സ്വത്ത് പോയി കൈയിട്ട് വാരരുത്. പക്ഷെ അങ്ങനെ ആണെങ്കിൽ പോലും നിങ്ങൾ നീതി പാലിക്കണം. ഇല്ലെങ്കിൽ ഫവാഹിദത്തൻ, ഒന്നിനെ മാത്രമേ കഴിയൂ. നിങ്ങൾ എത്ര വിചാരിച്ചാലും ഒന്നിലധികം ഭാര്യമാർക്കിടയിൽ നിങ്ങൾ, എൻ്റെ ഗ്രാമത്തിൽ ഏതാണ്ട് മോർ ദൻ 90% മുസ്ലിംസ്. ഇവിടെ ഒരാൾക്ക് 2 ഭാര്യമാരില്ലല്ലോ. എനിക്ക് ഒരു ഘട്ടത്തിൽ 4 പെണ്ണ് കെട്ടാനുള്ള കഴിവുണ്ടായിരുന്നു. സത്യം പറയാം, ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ കെട്ടിയില്ലല്ലോ. എനിക്കെൻ്റെ ഭാര്യനോട് അത്ര ഇഷ്ടം, അതിന് കരയിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല. ആരവിടെ 2, 3 ഇപ്പം വേണ്ട. നമ്മൾ നോക്ക്, ഞാൻ പറയട്ടെ ഒരു സംഗതി, വെറുതെ പറയാം. കരുണാനിധി മുസ്ലിം ആയിരുന്നില്ലല്ലോ, അയാൾക്ക് 3 ഭാര്യമാരില്ലായിരുന്നോ? മൂലയാൻ സിംഗ്, അദ്ദേഹത്തിന് 1-ലധികം ഭാര്യമാരില്ലേ? ഈ പാസ്വാൻ, ഈയിടെ മരിച്ച പാസ്വാൻ, അദ്ദേഹത്തിന് 1-ലധികം ഭാര്യമാരില്ലേ? മുസ്ലിങ്ങൾ മാത്രമാണോ ഇങ്ങനെ ഒരാൾക്ക് 38 ഭാര്യമാർ? ഭാര്യമാരുടെ എണ്ണമല്ല വിഷയം. കഴിക്കരുത് എന്നാണ് ഇസ്ലാം പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിന്റെ മറുവശം സൂചിപ്പിച്ചാണ്. അങ്ങനെ അങ്ങ് പറഞ്ഞാണ് അതിന്റെ ശരിയെങ്കിൽ ഏറ്റവും കൂടുതൽ ഖുറാനിക വിരുദ്ധമായിട്ട് ജീവിക്കുന്നത് ഈ ഭാഗത്തുപെട്ട ആൾക്കാർ തന്നെയായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ജനസംഖ്യാ വിസ്ഫോടനത്തിന്റെ വിസ്ഫോടനം എന്നുള്ള ശബ്ദം തന്നെ പ്രയോഗിക്കാവുന്ന മട്ടിൽ കണക്കൊണ്ട് തെളിയിക്കണം. കണക്ക് വേണമെങ്കിൽ ഞാൻ തയ്യാറാക്കി വന്നിട്ടുണ്ട്. കണക്കിന് വലിയ പ്രസക്തി ഇവിടെ കാണാത്തതുകൊണ്ടാണ് അത്തരത്തിലുള്ള കണക്കുകൾ ഞാൻ പറയാത്തത്. ഒരാൾ ഓരോ കണക്ക് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് പറയാത്തത്. ഞാൻ ഒന്ന് ഇടപെടുകയാണ്. എനിക്ക് അടുത്ത ഇടവേളയിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. ശ്രീ ഭാർഗവറാം, ശ്രീ അബ്ദുള്ള, നമുക്ക് ചർച്ചയിലേക്ക് പെട്ടെന്ന് തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ജനം ഡിബേറ്റ് തുടരുന്നു. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ ഷിജിത് പണിക്കർ, കെന്നഡി പറഞ്ഞത് കേട്ടല്ലോ. കഷ്ടമാണ് ഓരോ വീട്ടിലെയും കാര്യങ്ങൾ. പ്രായമായ മാതാപിതാക്കളെ നോക്കാൻ വേണ്ടത്ര കുട്ടികളില്ല എന്നൊക്കെയാണ് അദ്ദേഹം സങ്കടപ്പെടുന്നത്. അതിന് ഇതാണോ പരിഹാരം? തുടക്കത്തിൽ ഭീകരർ എന്ന പദം ഉപയോഗിച്ചത് വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടും തമാശയായിട്ടുമാണ് എന്ന് കൃത്യമായ അർത്ഥത്തിൽ തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അദ്ദേഹം അങ്ങനെ പറഞ്ഞത് ഞാൻ ആസ്വദിക്കുകയുമാണ് ചെയ്തത്. യാതൊരു വിധത്തിലുള്ള പരിഭവവുമില്ല. അതുകൊണ്ട് അദ്ദേഹം എന്നോട് ദയവായി മാപ്പ് പറയേണ്ട യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല എന്ന് അദ്ദേഹത്തിനോടൊന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. നോക്കൂ, ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ കഷ്ടതകൾ അനുഭവിക്കുന്നു അല്ലെങ്കിൽ ജനന നിരക്കിനേക്കാൾ കൂടിയ രീതിയിലുള്ള മരണനിരക്കുണ്ട് എന്ന് പറയുമ്പോൾ സത്യത്തിൽ ആ പോപ്പുലേഷൻ അവിടെ തന്നെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി കേരളത്തിന്റെ കാറ്റഗറിയിലേക്ക് അവരെ ഉൾപ്പെടുത്താൻ കഴിയുന്നില്ല. ഇപ്പോൾ ശ്രീ കെന്നഡി തന്നെ ഇവിടെ 2018 കണക്ക് പറഞ്ഞതുകൊണ്ട് 1 വർഷം കൂടി കഴിഞ്ഞുള്ള 2019
ഒരു കണക്ക്, കുറച്ചുകൂടി പുതിയൊരു കണക്ക് ഞാൻ പറയാം. അത് സഭകളെ വ്യത്യാസപ്പെടുത്തിയിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇത് സിറോ മലബാർ ചർച്ചിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നോക്കൂ, അതിൽ അവർ പറയുന്നത് മെനി ക്രിസ്ത്യൻ ഹോംസ് ഇൻ ദ സ്റ്റേറ്റ്, ഇതാണ്, over 1 lakh Christian grooms over the age of 30 under the Syro Malabar Church are unable to find life partners. 30 ലക്ഷത്തിലധികം ആൾക്കാർക്ക്, 30 വയസ്സിന് മുകളിൽ പ്രായമുള്ള 1 ലക്ഷത്തിലധികം പുരുഷന്മാർക്ക് വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ത്രീകളെ കിട്ടുന്നില്ല എന്ന രീതിയിൽ, ലൈഫ് പാർട്ട്ണർമാരെ കിട്ടുന്നില്ല എന്ന രീതിയിലുള്ള ജെനുവിനായിട്ടുള്ള ഒരു കൺസേൺ ഉണ്ട് എന്നവർ പറയുന്നു. പക്ഷെ അതിന് കാരണമായിട്ട് സിറോ മലബാർ ചർച്ച് തന്നെ പറയുന്നു, ഇൻക്രീസ്ഡ് നമ്പേഴ്സ് ഓഫ് ക്രിസ്ത്യൻ യൂത്ത് ലീവിംഗ് ദ കൺട്രി ഫോർ ബെറ്റർ ലൈഫ് സ്റ്റൈൽ ആൻഡ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കാറ്റലൈസ്ഡ് ഡ്യൂ ടു ഹൈ അൺഎംപ്ലോയ്മെന്റ് ഇൻ കേരള ഈസ് എ മാറ്റർ ഓഫ് കൺസേൺ. അതായത് താങ്കൾ ഈ പറയുന്നത് പോലെ അതിന്റെ അടുത്ത ഒരു സെന്റൻസ് ആയിട്ട് അവർ തന്നെ പറയുന്നുണ്ട്, വീടുകളിലെല്ലാം ഏറ്റവും കൂടുതൽ പ്രായമുള്ള ആൾക്കാർ മാത്രമുള്ള, ശ്രീ കെന്നഡി ഇവിടെ പറഞ്ഞതുപോലെ തന്നെയുള്ള ആശങ്ക സിറോ മലബാർ ചർച്ച് മുന്നോട്ട് വെക്കുന്നു. അപ്പൊ ഇതിന്റെ അർത്ഥം ഇവിടെ നിന്ന് താങ്കൾ ഈ പറഞ്ഞതുപോലെ ആൾക്കാരുണ്ടാകുന്നു, മക്കളുണ്ടാകുന്നു, ഇവരെല്ലാം ഈ പറയുന്ന അമേരിക്കയിലും ബ്രിട്ടനിലും ഒക്കെ പോയിട്ട് അവിടെ സെറ്റിൽഡ് ആകുന്നു, അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയി അവിടെ സെറ്റിൽഡ് ആകുന്നു. സെറ്റിൽഡ് ആയതിനു ശേഷം അവർ അവിടുത്തെ പൗരത്വം എടുക്കുന്നു. അവർക്ക് 2ഉം 3ഉം കുട്ടികളൊക്കെ ഉണ്ട്. പക്ഷെ അവരെല്ലാം തന്നെ അമേരിക്കൻ പൗരന്മാരാണ്, മലയാളികളാണ്, പക്ഷെ അമേരിക്കൻ പൗരന്മാരാണ്. ഇവിടെ അവരുടെ വീടുകളിൽ നമുക്ക് പലപ്പോഴും അറിയുന്നത് പോലെ, ഇപ്പൊ വലിയ ക്രിസ്ത്യൻ ബെൽറ്റ് ആയിട്ടുള്ള തിരുവല്ല പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ മിക്കവാറുമുള്ള എല്ലാ വീടുകളിലും പ്രായമായ ഒരു അപ്പനും അമ്മയും മാത്രം കാണുന്ന സാഹചര്യമാണ്. അപ്പൊ ആ സാഹചര്യത്തിലേക്ക് വരുന്നതിനുള്ള കാരണം എന്താണ്? അവിടെ ശ്രീ കെന്നഡി പറഞ്ഞതിൽ തന്നെ അതിന്റെ കാരണമുണ്ട്. ഒന്ന്, ശരിയായ രീതിയിൽ ഇവിടെയുള്ള വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെയുള്ള എംപ്ലോയ്മെന്റ്, ക്വാളിറ്റി എംപ്ലോയ്മെന്റ് കിട്ടിക്കൊണ്ട് നമുക്കിവിടെ ജീവിക്കാനുള്ള സാഹചര്യം നിലവിൽ തന്നെ ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ആ സമയത്താണ് ഇവിടെ തന്നെയുള്ള നിലവിൽ തന്നെയുള്ള ആൾക്കാരെല്ലാം തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ സഭ എന്താണ് പറയുന്നത്? ഇവിടെ നമ്മൾ ജനസംഖ്യ നിയന്ത്രിച്ച് നിർത്തിയതിനു ശേഷം ഇവിടെയുള്ള വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ കഴിയാം. പ്രായമായ അപ്പനെയും അമ്മയെയും നമുക്ക് നോക്കി വീട്ടിൽ താങ്ങായും തണലായും നമുക്ക് തന്നെ കാണാം എന്ന് പറയുകയാണ് ചെയ്യേണ്ടത്. കാരണം ജനസംഖ്യ അതിനനുസരിച്ച് കുറഞ്ഞു വരുമ്പോൾ ഇവിടെയുള്ള വിഭവങ്ങൾ നിങ്ങൾക്ക് പര്യാപ്തമാകും. നിങ്ങൾക്ക് ക്വാളിറ്റി ലൈഫ് സ്റ്റൈലും ക്വാളിറ്റി എംപ്ലോയ്മെന്റും ക്വാളിറ്റി എഡ്യൂക്കേഷനും കിട്ടും. അതുകൊണ്ട് ക്രിയാത്മകമായി ചിന്തിച്ച് നിങ്ങൾ നിങ്ങളുടെ അപ്പനോടും അമ്മയോടും ഒപ്പം നാട്ടിൽ നിൽക്കൂ എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ എന്താണ് പറയുന്നത്? 4ഉം 5ഉം കുട്ടികൾ ഉണ്ടാകുമ്പോൾ ഭാവിയിൽ എന്താ സംഭവിക്കാൻ പോവുക? നിലവിലുള്ള വിഭവങ്ങൾ തന്നെ ഇവർക്ക് പോരാ. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ഇവരും അമേരിക്കയിലേക്കും ബ്രിട്ടനിലേക്കും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും പോകും. അപ്പൊ ആ രാജ്യത്തെ പോപ്പുലേഷനെയാണ് നിങ്ങൾ സഹായിക്കുന്നത്. പകരം ഇവിടെയല്ല. ഇവിടുത്തെ സാഹചര്യം മാറുമോ? 4മതും 5മതും ഉണ്ടാകുന്ന കുട്ടി ഇന്ത്യയിൽ തന്നെ നിൽക്കും, ഈ അപ്പന്റെയും അമ്മയുടെയും കൂടെ നിൽക്കും എന്ന് എന്തെങ്കിലും രീതിയിലുള്ള ഉറപ്പ് താങ്കൾക്ക് പറയാൻ കഴിയുമോ? അപ്പൊ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, ഞാൻ ഈ പറഞ്ഞിരുന്ന ഒരു റീപ്ലേസബിൾ TFR അഥവാ ഫെർട്ടിലിറ്റി റേറ്റ് ഉണ്ട്. ആ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് 2നും 3നും ഇടയിലായതുകൊണ്ട് നിങ്ങൾക്ക് 2ഓ 3ഓ കുട്ടികളാകാം എന്ന് പറഞ്ഞാൽ അതിന് ബുദ്ധിമുട്ടില്ല. കാരണം അത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള നിലവിലെ മോഡലാണ്. അതിലേക്ക് എത്തുക, അല്ലെങ്കിൽ അതുമായിട്ട് മാത്രം ആ ഒരു കണക്കിനനുസരിച്ച് 2ഓ 3ഓ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടി മനസ്സിലാക്കാനായിട്ട് എളുപ്പമുള്ളതാണ്. ഇതിനോടൊപ്പം തന്നെ ഈ സിറോ മലബാർ ചർച്ച് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, while the union government in 2006 formed a minority department and allotted 4,700 crore rupees for minority development, the state and union governments also provided educational opportunities. The Christian community failed to utilize government assured benefits and job opportunities. നോക്കൂ, സഭ സ്വയം കുറ്റപ്പെടുത്തുകയാണ്. മൈനോറിറ്റി ഡെവലപ്മെന്റിന്റെ ഭാഗമായി 4,700 കോടി രൂപ കേന്ദ്ര സർക്കാർ ചെലവാക്കുന്ന സമയത്ത് അതിന്റെ ഗുണഭോക്താക്കളാകുന്നതിന് വേണ്ടിയിട്ട് ക്രിസ്ത്യൻ സമൂഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അത് പല മേഖലകളിൽ, എംപ്ലോയ്മെന്റ് ആയാലും എഡ്യൂക്കേഷൻ ആയാലും പല മേഖലകളിലുണ്ട്. അപ്പൊ വീണ്ടും ഞങ്ങൾ എല്ലാവരും തന്നെ ഈ ചർച്ചയിൽ പറഞ്ഞിരുന്ന ആ പ്രശ്നത്തിലേക്കാണ് എത്തുന്നത്. ഇവിടെയുള്ള വിഭവശേഷി ഉപയോഗിക്കാനുള്ള ആൾക്കാർ നിങ്ങൾക്ക് ഇവിടെ ഇല്ല, അവരെല്ലാവരും തന്നെ പുറത്താണ്. അപ്പൊ അതുകൊണ്ടാണ് താങ്കൾ ഈ പറഞ്ഞിരിക്കുന്ന മരണനിരക്ക് കൂടുന്നു. മരണനിരക്ക് സ്വാഭാവികമായിട്ടും കൂടും. കാരണം നിങ്ങളുടെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരുടെ ഒരു സൈസബിൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിലാണ്. ഇവിടെ മരണനിരക്കിനെ എൻഹാൻസ് ചെയ്തത് ആരാണ്? ഈ പറയുന്ന വീട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്ന അപ്പനും അമ്മയും ഒക്കെയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും മരണനിരക്ക് കൂടും. ജനന നിരക്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ കണക്കിൽ ഇവിടെയുള്ള ആൾക്കാരിൽ മാത്രമേ വരികയുള്ളൂ. അമേരിക്കൻ സിറ്റിസൺ ആയിട്ടുള്ള ആൾക്കാരുടെ ജനന നിരക്ക് എന്ന് പറയുന്നത് ഈ കണക്കിലേക്ക് വരില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സഭയോടെന്നല്ല, എല്ലാ മതവിഭാഗങ്ങളോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ റീപ്ലേസബിൾ TFR എന്ന് പറയുന്ന 2.1, 2.2 എന്ന രീതിയിലേക്ക് അഡ്ഹിയർ ചെയ്യുന്നതിന് വേണ്ടി 2ഓ അല്ലെങ്കിൽ 3ഓ കുട്ടികൾ എന്ന രീതിയിലേക്ക് പോകുന്നതാണ് നിലവിൽ രാജ്യത്തിന് ഏറ്റവും നല്ലത്. ഒന്ന്. ഇനി 2, ശ്രീ ഒ അബ്ദുള്ള പറഞ്ഞിരുന്നു, ഈ 2ൽ കൂടുതൽ കുട്ടികൾ ഉള്ളതിൽ ഞാൻ പറഞ്ഞതിന് അപ്പുറത്തേക്കുള്ള ചില കാര്യങ്ങളുണ്ട്. തൊഴിലുമായി ബന്ധപ്പെട്ടുള്ള ചില നിയന്ത്രണങ്ങളുണ്ട്, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള ചില നിയന്ത്രണങ്ങളുണ്ട്.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിന് രാഷ്ട്രീയ വ്യത്യാസമില്ല. അത് രാജ്യത്ത് പല സംസ്ഥാനങ്ങളും, സംസ്ഥാനത്തിന്റെ പോളിസിയാണ്, തീരുമാനമാണ് എന്ന് ഞാൻ ആദ്യം പറയുകയും ചെയ്തു. രാജ്യത്തുള്ള പല സംസ്ഥാനങ്ങളും ഈ 2 ചൈൽഡ് പോളിസി സ്വീകരിച്ചിട്ടുണ്ട്. ആ സ്വീകരിച്ചിരിക്കുന്നതിൽ കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനുണ്ട്, BJP ഭരിക്കുന്ന ഗുജറാത്ത് ഉണ്ട്, ശിവസേന ഭരിക്കുന്ന മഹാരാഷ്ട്രയുണ്ട്, ഉത്തരാഖണ്ഡ് ഉണ്ട്, ഒഡീഷയുണ്ട്, ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഭരിക്കുന്ന സ്ഥലങ്ങളുണ്ട്, തെലങ്കാനയുണ്ട്, ആന്ധ്രാപ്രദേശ് ഉണ്ട്. ഇതിൽ പല സ്ഥലങ്ങളിലും ഈ പറയുന്നത് പോലെ ഗവൺമെന്റ് ജോലിയിലേക്ക് ഇതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. എന്തിനാണത്? നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഈ പറയുന്ന സർക്കാർ പറയുന്ന ഒരു മാൻഡേറ്റിന് അപ്പുറത്തേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ, നിങ്ങൾ അത് ലംഘിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തരാനുള്ള വിഭവശേഷി ഇവിടെ ഇല്ല. മറ്റുള്ള ആൾക്കാർക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് 2ന് മുകളിലുള്ള നിങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിനെ പറ്റി പരിഗണിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള ഒരു പീനലൈസ് ചെയ്യുന്ന രീതിയിലുള്ള, അതൊരു ശിക്ഷ എന്ന രീതിയിൽ പോലും നമുക്ക് വ്യാഖ്യാനിക്കാവുന്ന രീതിയിലുള്ള നടപടികളിലേക്ക് പോവുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നു. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇനി മുതൽ സർക്കാർ ജോലികളിൽ പ്രവേശനമില്ല. നിലവിലുള്ള ആൾക്കാർക്ക് പറ്റും, പക്ഷെ എന്ന് മുതലാണോ ഈ നിയമം വരുന്നത് ആ നിയമത്തിന് ശേഷം ഇത് പറ്റില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ പറ്റില്ല. ഇതൊക്കെ കൂടുതലായിട്ടുള്ള ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഇത് പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പീനലൈസിംഗ് മെഷേഴ്സ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസോ ബിജു ജനതാദളോ BJPയോ ശിവസേനയോ TRSോ ഒക്കെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഒന്ന്. പക്ഷേ ശ്രീ കെന്നഡി, നമ്മൾ ഇതിനെ എന്തിനോടാണ് താരതമ്യം ചെയ്യുന്നത്? 4 അതിലധികമോ കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ 1500 2000 തുക നൽകുന്നു. 4ാമത്തെ പ്രസവ ചെലവ് വേണമെങ്കിൽ ഞങ്ങൾ അത് എടുത്തുകൊള്ളാം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ നൽകുന്ന സന്ദേശം എന്താണ് എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു നടപടി അല്ലെങ്കിൽ ഒരു തീരുമാനം അത് വായിക്കുന്നു, അത് ആൾക്കാരോട് അത് പ്രാവർത്തികമാക്കാൻ ആവശ്യപ്പെടുന്നതിനെ രാജ്യദ്രോഹം എന്നൊന്നും ഞാൻ പറയില്ല. കാരണം അതൊക്കെ ഇൻഡിവിജ്വൽ ചോയ്സസ് ആണ്, കൂട്ടായിട്ടുള്ള തീരുമാനങ്ങളാണ്, പലതുമായിരിക്കാം. പക്ഷേ ഇതിനെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ചില വരട്ടുവാദങ്ങളൊക്കെ പല ആൾക്കാരും പറയുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ UP ഇത്തരത്തിലുള്ള ജനസംഖ്യാ നിയന്ത്രണ ഒരു ബില്ല് കൊണ്ടുവന്നു. ആ ബില്ല് കൊണ്ടുവന്നപ്പോൾ അവിടുത്തെ പ്രതിപക്ഷം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നോക്കൂ, നാളെ ഇന്ത്യയും ചൈനയുമായിട്ട് ഒരു യുദ്ധം വരികയാണെങ്കിൽ നമുക്ക് എവിടെ നിന്ന് പട്ടാളക്കാരെ കിട്ടുമെന്നാണ്. ഇങ്ങനെ ജനസംഖ്യ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ, UP 2 ചൈൽഡ് പോളിസി വന്നു കഴിഞ്ഞാൽ നമുക്ക് പട്ടാളത്തിലേക്ക് റിക്രൂട്ട് ചെയ്യാനായിട്ട് ആളെ കിട്ടാത്ത സാഹചര്യം ഉണ്ടാകും എന്ന രീതിയിലത്തേക്കൊക്കെ ഇതിനെ വ്യാഖ്യാനിക്കുന്നു. അങ്ങനെ പറയുന്നത് തെറ്റാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ക്രിസ്ത്യൻ സമുദായത്തിൽ പ്രജനന നിരക്കിലൊന്നും യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ല. പക്ഷെ അവിടുത്തെ കാതലായ പ്രശ്നം എന്ന് പറയുന്നത് താങ്കൾ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാട്ടിൽ അകപ്പെട്ടു പോകുന്ന പ്രായമായ അച്ഛനും അമ്മയുമാണ്. അവരെ നോക്കാൻ ആളില്ല, അവരുടെ മരണനിരക്ക് കൂടുതലാണ്. പ്രജനനം എന്ന് പറയുന്നത് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്, പക്ഷെ അത് മറ്റു രാജ്യങ്ങളിലെ പോപ്പുലേഷനുകളിലേക്കാണ് നിങ്ങൾ സംഭാവന ചെയ്യുന്നത്. അത് 4ലും 5നും മുകളിലേക്ക് പോയി കഴിഞ്ഞാലും നിങ്ങൾ അമേരിക്കയുടെയോ യൂറോപ്യൻ രാജ്യങ്ങളുടെയോ പോപ്പുലേഷനെ മാത്രമേ സഹായിക്കുകയുള്ളൂ. ഇവിടെയുള്ള മരണനിരക്ക് അപ്പോഴും കൂടുതലായിക്കൊണ്ടിരിക്കും. ശരി, അതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ ഈ ചർച്ചയ്ക്കിടയിലെ അവസാനത്തെ ഇടവേളയിലേക്ക് പോവുകയാണ്. പെട്ടെന്ന് തിരിച്ചു വരാം. ചർച്ച അവസാനത്തെ 7 മിനിറ്റിലേക്ക് പോവുകയാണ്. ശ്രീ ഭാർഗവറാം, നേരത്തെ എന്തോ ഗൗരവമായ ഒന്ന് പറയാനുണ്ട് എന്ന് സൂചിപ്പിച്ചിരുന്നു, പെട്ടെന്ന് പറയാം. പറഞ്ഞു വരുന്ന വിഷയം ഒരു കോണിൽ കൂടിയുള്ള ഒരു വിശദീകരണം മാത്രം പോരാ ഈ വിഷയത്തിൽ എന്നുള്ളതാണ്. ജനസംഖ്യയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വിവാഹപ്രായത്തിലുള്ള അന്തരമടക്കം, ഇപ്പോൾ ഇസ്ലാമിക വിഭാഗത്തിൻ്റെ വിവാഹപ്രായം വളരെ ചെറുതാണ്, 20-28 ഇടയിലാണ് അവരുടെ വിവാഹപ്രായം. ക്രിസ്തീയ വിഭാഗത്തിന് 36ഓളം വയസ്സ് ആണ് ശരാശരി വിവാഹപ്രായത്തിലെത്തിയിരിക്കുന്നത്. ഹിന്ദു വിഭാഗത്തിനോട് അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വിവാഹപ്രായമാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന വലിയ ഒരു ജനസംഖ്യാപരമായിട്ടുള്ള പ്രശ്നം ഇവിടെ ഉണ്ട്. ഇങ്ങനെ എല്ലാ വിഷയത്തെയും സമഗ്രമായിട്ട് പരിഗണിച്ചുകൊണ്ട് വേണം ഈ ജനസംഖ്യാ വിഷയത്തെ അറ്റൻഡ് ചെയ്യാൻ. ഈ വിഷയത്തിൽ കേരളം ഇപ്പോൾ UP പോലെയുള്ള നമ്മളെക്കാൾ വിഭവം വളരെ കൂടുതലുള്ള സംസ്ഥാനങ്ങൾ പോലും കർക്കശമായിട്ടുള്ള നിലപാടുകൾ എടുക്കുമ്പോൾ കേരള സർക്കാരും ആസൂത്രണ കമ്മീഷനുകളും ഒക്കെ ഇത്തരത്തിൽ ഗൗരവതരമായിട്ടുള്ളൊരു ചർച്ച, ഒരു ആത്മപരിശോധന, പുനഃപരിശോധന, നിയന്ത്രണത്തിലുള്ള സംവിധാനങ്ങളെക്കുറിച്ചുള്ള ആലോചന അടിയന്തിരമായിട്ട് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇത് മുന്നിൽ വെക്കുന്ന ഒരാശയം. ഏതായാലും ഇത് ക്രിസ്തീയ സഭ ഇങ്ങനെ ഒരു സർക്കുലർ ഇറക്കിയത് കൊണ്ട് ഇതിന് ഒരു കാരണമായിട്ട് തീരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത്തരത്തിലുള്ള സർക്കുലറുകളുമായിട്ട് എല്ലാവരും മുന്നോട്ട് പോയാൽ, ക്രിസ്തീയ സഭ തന്നെ മുന്നോട്ട് പോയാൽ ഈ പശ്ചിമഘട്ട മേഖല ഇനിയും കയ്യേറി പിടിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും. കേരളത്തിൽ ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്ത രീതിയിലേക്ക് എല്ലാ ആളുകളും വാസയോഗ്യമായ ഭൂമിക്ക് വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് പറയാനുള്ളത്. ശരി. ശ്രീ കെന്നഡി, ഏത് മത സ്ഥാപനമാകട്ടെ സാമുദായിക സംഘടനയാകട്ടെ ഈ രീതിയിൽ അത് ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയോ എന്ത് കാരണത്താലോ ആകട്ടെ ഈ രീതിയിലുള്ള ഒരു സർക്കുലറുമായി മുന്നോട്ട് പോകുന്നത്
രാജ്യത്തിന് ഭൂഷണമല്ല എന്ന ഒരു പൊതുവികാരമാണ് ഈ ചർച്ചയിൽ ഉയർന്നത്. താങ്കൾ അതിനോടെങ്കിലും യോജിക്കുന്നുണ്ടോ? ശ്രീ സുബീഷ്, ഞാൻ നമ്മുടെ ചർച്ചയിൽ ഞാൻ മുമ്പ് സംസാരിച്ചപ്പോഴത്തേക്ക് ശ്രീ അബ്ദുള്ളജിക്ക് ഒരു പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിന് മറുപടി കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യമേ ആയിരുന്നില്ല. പക്ഷേ അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയെ കൈ കിട്ടിയതല്ലേ, ഒന്ന് ഞെവടി വിട്ടേക്കാം എന്ന് കരുതിയിട്ടായിരിക്കണം അദ്ദേഹം ഉടനെ പറഞ്ഞു മിസോറാമിലും നാഗാലാൻഡിലും ഒക്കെ 90% ക്രിസ്ത്യൻസ് ആണ്, അവരവിടെ എന്താണ് പറഞ്ഞത്, വാക്കുകൾ ഉപയോഗിച്ച് ഞാൻ ഓർക്കുന്നില്ല, എന്തോ നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നതാണ്. നോക്കൂ, ഭരണഘടനാപരമായി ഏതൊരു പൗരനും ഏതൊരു ഇന്ത്യക്കാരനും ഭരണഘടന ഉറപ്പ് തരുന്ന ഭരണഘടന എൻ്റെ അബ്ദുള്ളാജി പറഞ്ഞ സത്യം പറയാൻ ജനങ്ങൾ കേൾക്കട്ടെ. ഭരണഘടന ഉറപ്പ് തരുന്ന ഗോസ്പൽ സുവിശേഷം പ്രസംഗിക്കാൻ, പ്രീച്ച് ചെയ്യാൻ ഞങ്ങൾക്ക് അവകാശം ഭരണഘടന തന്നിട്ടുണ്ട്. ഞങ്ങളുടെ മതം പ്രൊമോട്ട് ചെയ്യാൻ അവകാശം തന്നിട്ടുണ്ട്. ഞങ്ങളത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ആരുടെയെങ്കിലും പെടലിക്ക് പിടിച്ച് ക്രിസ്ത്യാനിയാക്കിയോ വെള്ളത്തിൽ മുക്കി മാമോദിസം മുക്കിയതായിട്ടോ അബ്ദുള്ളാജിക്ക് പരാതിയുണ്ടോ? ആർക്കെങ്കിലും പരാതി? ഭാർഗവറാം പറയുന്നു ഞാൻ ആ വിഷയത്തിൽ തൊടാതിരുന്നാണ്, വിഷയത്തിന്റെ ആ ലൈൻ മാറിപ്പോകണ്ടെന്ന് വെച്ച് ഞാൻ തൊടാതിരുന്നാണ്. അത്തരത്തിലുള്ള വിഷയങ്ങളിലൊക്കെ ഉണ്ട്. അബ്ദുള്ളാജി ഒരുപക്ഷെ പറഞ്ഞതായിരിക്കാനും മതി. ഞാൻ ഏതായാലും അത് പിടിക്കാതിരുന്നാണ്. അത്തരത്തിലുള്ള പരാതികൾ ഞങ്ങൾക്കുണ്ട്. ആ വിഷയം വിട്ടേക്കും. ഓക്കെ, ഈ നമ്മളിപ്പോ ഇന്നത്തെ വിഷയത്തിൽ അത് വരാത്തത് കൊണ്ട് ആ വിഷയം വിട്ട് അബ്ദുള്ളാജി പറഞ്ഞപ്പോൾ ഞാൻ അതിന് മറുപടി പറയാതെ പോകുന്നത് ശരിയല്ലാത്തത് കൊണ്ട് ഭദ്രത അതിനെ തകർക്കുന്ന ഒരു നിലപാട് രാജ്യത്തിനകത്ത് ഏത് സഭയാകട്ടെ, ഏത് രൂപതയാകട്ടെ, ഇനി ഏത് മതസ്ഥാപനമാകട്ടെ, അത് സ്വീകരിക്കുന്നത്, അത്തരമൊരു നിലപാടുമായി മുന്നോട്ട് പോകുന്നത് രാജ്യ താല്പര്യത്തിന് വിരുദ്ധമാണ്. അതിന് രാജ്യദ്രോഹമെന്നോ എന്ത് പേരിട്ട് വേണമെങ്കിലും വിളിക്കാം. പക്ഷേ അത് രാജ്യത്തിന് ഹിതകരമായ ഒന്നല്ല എന്ന് നമുക്ക് അടിവരയിട്ട് പറയേണ്ടി വരും. ശ്രീ കന്നഡി, സുബീഷെ, ക്രിസ്ത്യാനി അവന്റെ നിലനിൽപ്പിനായി ശ്രമിക്കുമ്പോൾ അത് രാജ്യദ്രോഹവും, ക്രിസ്ത്യാനി ഇല്ലാതായി കഴിഞ്ഞാൽ അത് ദേശീയോദ്ഗ്രഥനവുമാകുന്നത് എങ്ങനെയാണ്? ഏതർത്ഥത്തിലാണ് സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കി കൊടുക്കും? ഉള്ളവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല കേരളത്തിൽ. അല്ല, ഇന്നത്തെ 2 വർഷമായി നിങ്ങൾ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി സംസാരിക്കൂ കന്നഡി. 2 വർഷമായി ഇവിടെ പൂട്ടിക്കിടക്കുകയാണ്. ആളുകളൊക്കെ ആത്മഹത്യ ചെയ്യുകയാണ്. കോവിഡ് ബാധിച്ച് മരിച്ചവരെ കൂടാതെ ജീവിച്ചിരിക്കുന്നവർ ജീവിക്കാൻ പറ്റാതെ ആത്മഹത്യ ചെയ്യുകയാണ്. വിഷം കഴിച്ചും തൂങ്ങി മരിച്ചുമൊക്കെ ഇല്ലാതാവുകയാണ്. ഉള്ളവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണോ 4ഉം 5ഉം ഉണ്ടാക്കാനുള്ള ആഹ്വാനം? എന്ത് വിരോധാഭാസമാണത്? ഏതായാലും ഇന്നത്തെ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട റിസൾട്ട് എന്ന് പറയുന്നത്, ഒരു മതങ്ങളുടെ ഒരു ഭൂപടം എടുത്താൽ ഏതാനും വർഷത്തിനകം ക്രിസ്ത്യാനിയുടെ കോളം കാലിയാകും എന്നുള്ളത് എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ക്രിസ്ത്യാനി അവന്റെ നിലനിൽപ്പിനായി 2-3 കുട്ടികളെ ഉത്പാദിപ്പിക്കുന്നു പറയുന്നത് അതിന് കാരണമുണ്ട്. ശ്രീജിത്ത് പണിക്കര് പറഞ്ഞതുപോലെ 4 കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ 2-3 പേര് പുറത്ത് ജോലി ചെയ്താൽ കുടുംബത്തെ സാമ്പത്തിക ഭദ്രത എത്തിക്കഴിഞ്ഞാൽ ഒരാളെയെങ്കിലും കുടുംബത്തിൽ നിർത്തി കുടുംബം നോക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിയും. ഞങ്ങൾ അത്തരത്തിൽ ശ്രമിക്കുമ്പോൾ ആരും അതിൽ വെപ്രാളപ്പെടേണ്ട കാര്യമില്ല, ഭയപ്പെടേണ്ട കാര്യമില്ല. ഒരു രാജ്യദ്രോഹവും അതിനകത്ത് കാണണ്ട. കന്നഡിയുടെ വിശ്വാസം കന്നഡിയെ രക്ഷിക്കട്ടെ എന്ന് മാത്രമേ വളരെ താഴ്മയോടെ എനിക്ക് പറയാനുള്ളൂ. 4ഉം 5ഉം പെറ്റുകൂട്ടിയിട്ടല്ല ഒരു കുടുംബത്തിൻ്റെ, ഒരു സഭയുടെ, ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തേണ്ടത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. വളരെയധികം നന്ദി ശ്രീ ശ്രീജിത്ത് പണിക്കർ, ബ്രഹ്മചാരി ഭാർഗവറാം, ശ്രീ അബ്ദുള്ള, ശ്രീ കന്നഡി ഈ ചർച്ച ഇത്രയും സക്രിയമാക്കിയതിന്. ചാനൽ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്തേ.